ഹായ്, ഡാൻസ് സ്പേസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മൂന്നാർ വൈബ്സിൻ്റെ പാർട്ട് 1 എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇത് പാർട്ട് 2 ആണ്. നമ്മൾ 2 ദിവസത്തേക്കുള്ളൊരു ട്രിപ്പാണ് പോയത്. അപ്പോൾ ഇത് രണ്ടാം ദിവസത്തെ വീഡിയോ വ്ളോഗാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം അവിടെ ചെക്ക് ഇൻ ചെയ്തത് ലേറ്റ് നൈറ്റ് ആയതുകൊണ്ട് തന്നെ അപ്പുറം ഇപ്പുറം എന്താണെന്ന് നമ്മൾ കണ്ടില്ല, എങ്ങനെയാണെന്ന് കണ്ടില്ല. നമ്മൾ ക്യാമ്പ് ഫയറൊക്കെ എൻജോയ് ചെയ്ത് പെട്ടെന്ന് അങ്ങ് ഉറങ്ങാനായിട്ട് പോയി. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ ചുറ്റുപാടൊക്കെ കണ്ടതും കുറേ ഫോട്ടോസൊക്കെ എടുത്തു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. എല്ലാവരും സുഖമായിട്ട് ഉറങ്ങി, സന്തോഷമായിട്ട് എഴുന്നേറ്റു. ഇവിടുന്ന് ഇനി നമ്മൾ പോകുന്നത് ഇരവികുളം നാഷണൽ പാർക്കിലേക്കാണ്. അപ്പം അവർ മറ്റ് പൈസയുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഞാൻ അവിടുന്ന് പോന്നു. പിന്നെ നമ്മുടെ വണ്ടി കൊണ്ടുവന്ന് തിരിച്ചതിന് ശേഷമാണ് ഇവരെ അവിടുന്ന് പിക്ക് ചെയ്തത്. അവിടുന്ന് നമ്മൾ നേരെ ഒരു വെജ് റെസ്റ്റോറൻറ്റ് അന്വേഷിച്ചാണ് പോയത്. കൂടുതലും ട്രാവൽ ചെയ്യുമ്പോൾ വെജ് ഫുഡ് തന്നെ പ്രിഫർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ ഓർത്തുകൊണ്ട് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ തീരുമാനിച്ചു. അപ്പം എല്ലാവരും പൂരി, മസാല ദോശ, ചപ്പാത്തി എന്നൊക്കെ ഉള്ള പ്രിഫറൻസ് വെച്ചതുകൊണ്ട് നമ്മളൊരു വെജ് റെസ്റ്റോറൻറ്റിൽ കയറി എല്ലാവരും ഒന്നിച്ചിരുന്നു. എല്ലാവരും ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ യാത്ര പോകുമ്പോഴാണ് നമ്മൾ നമ്മുടെ ഒരു ഇന്നർ ചൈൽഡിനെ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. മിക്കപ്പോഴും ഈ പപ്പായും മമ്മിയൊക്കെ കുറച്ച് ഫ്രീ ആയിട്ട് കാണുന്നത് ആ സമയത്താണ് ഞങ്ങൾ. നമ്മൾ അവിടുന്ന് ഒരു ടൈം ലാപ്സ് വീഡിയോ ഒക്കെ ഞാൻ നദാൻകുട്ടനും പപ്പായ്ക്കും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അവരെ ക്യാപ്ചർ ചെയ്യാന്നുള്ള ഒരു ഇതിലാണ്. പക്ഷേ നദാൻകുട്ടൻ അത് ശ്രദ്ധിച്ചുകൊണ്ട് മിക്ക സമയത്തും അവൻ ആ ക്യാമറയിലോട്ട് തന്നെ നോക്കിയിരുന്നത്. അതുകൊണ്ട് കൂടുതൽ വീഡിയോസ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. അങ്ങനെ ആട്ടവും പാട്ടും അടിപൊളിയായിട്ട് നമ്മൾ ഇരവികുളം നാഷണൽ പാർക്കിലെത്തി. അവിടുത്തെ എൻട്രൻസ് നമുക്കുള്ള ടിക്കറ്റ്സ് നമ്മളെടുത്തു. ഓൺലൈനായിട്ടും നമുക്ക് എടുക്കാം, ഓഫ്ലൈനും നമുക്ക് അവിടെ ടിക്കറ്റ് എടുക്കാം. ചാർജ് എന്താണെന്ന് എനിക്ക് ഇത്ര കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അവിടെ കയറുന്നതിന് മുമ്പ് തന്നെ ഒരു ഓർക്കിഡ് ഗ്യാലറി ഉണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ ഡീറ്റെയിൽസൊക്കെ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രൈവറ്റ് വാഹനങ്ങൾ അതിനകത്തോട്ട് കടത്തി വിടത്തില്ല. ഇതിന് സർവീസ് നടത്തുന്ന അവരുടെ ഗവൺമെൻറ്റിൻ്റെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വണ്ടികൾ മാത്രമേ കടത്തി വിടത്തു. അപ്പം നമ്മളെല്ലാവരും നമ്മുടെ ടേണിന് വേണ്ടിയിട്ട് കാത്തു നിന്നു. നല്ല തിരക്കായിരുന്നു. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഒരു 30 മിനിറ്റ്സോളം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് വണ്ടി കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ കാത്തു നിന്ന ഞങ്ങളെ പിക്ക് ചെയ്യാനുള്ള വണ്ടി എത്തി. ഈ ഇരവികുളം നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം എന്ന് നമ്മൾ പഠിച്ചതല്ലാതെ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അറിയാൻ ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ഡേയും ഒരു വിസിറ്റുമായിരുന്നു ഈ ഇരവികുളത്തെ ഈ നാഷണൽ പാർക്ക് വിസിറ്റ്. ഈ നീലഗിരി താർ എന്ന് പറയുന്ന പർവ്വതാരോഹ ആടുകളുടെ ഒരു സംരക്ഷണ ഉദ്യാനമാണ് ശരിക്കും ഈ ഇരവികുളം നാഷണൽ പാർക്ക്. ഇവിടെയാണ് നമ്മൾ 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞി കാണുവാൻ സാധിക്കുന്നത്. ഈ പ്രകൃതിയിലൂടെയൊക്കെ യാത്ര ചെയ്തപ്പം സിയാറ്റി മൂപ്പൻ പറഞ്ഞൊരു സെൻറ്റൻസ് എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ സാധിച്ചു. As we are part of the land, you too the part of the land, and this is the earth is precious to us. ഇറ്റ് ഓൾസോ പ്രഷ്യസ് ടു യു. ദാറ്റ് മീൻസ് എന്താ പറയുക, മണ്ണ് നിലനിൽക്കാനുള്ളതും മനുഷ്യൻ കടന്നു പോകാനുള്ളതുമാണെന്നാണ് അതിനകത്ത് ഒരു കോർ തീം എന്ന് പറയുന്നത്. ശരിയാണ്. ഈ പ്രകൃതിയും ഇവിടുത്തെ സസ്യലതാദികളും ഈ ക്ലൈമറ്റും ഒക്കെ ഇവിടെ തന്നെ നിലനിൽക്കേണ്ടതും മനുഷ്യൻ തൻ്റെ ആയുസ് തീരുമ്പം ഇവിടെ നിന്ന് കടന്നു പോകേണ്ടതാണ്. അപ്പം നമ്മളിതിനെ യൂസ് ചെയ്യുക എന്നതിലുപരി ഇതിനോട് അനുയോജ്യരായിട്ട് ജീവിക്കുക എന്ന് പറയുന്ന വലിയൊരു കോർ തീമൊക്കെ ഇവിടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാം. അത് പുസ്തകങ്ങൾ ഇച്ചിരി ഇക്കോളജിക്കൽ ലിറ്ററേച്ചർ ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുന്നവർക്ക് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആവും. നമ്മൾ GKയിൽ പഠിച്ച ഏറ്റവും വലിയ കൊടുമുടി എന്ന ആനമുടി ഈ രാജമലയിലാണ് ശരിക്കും പറഞ്ഞാൽ സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കും. ഒരു 97 ചതുരശ്ര അടി വിസ്തീർണത്തിലുള്ള ഒരു എന്താ പറയുക, ഒരു വലിയ ഒരു ഉദ്യാനമാണ്. ദേവികുളം താലൂക്കിലാണ് ഈ ഇരവികുളം സ്ഥിതി ചെയ്യുന്നത്. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞിയെക്കുറിച്ചും ഇവിടത്തെ മൃഗങ്ങളെക്കുറിച്ചും ഇവരുടെ സ്പീഷീസുകളെ എങ്ങനെയാണ് എണ്ണിത്തിട്ടപ്പെടുത്തുന്നതും ഏത് മാസത്തിലാണ് ഇവരുടെ പ്രജനന കാലഘട്ടം എന്നൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ അവിടെ ഒരു മ്യൂസിയം ഉണ്ടായിരുന്നു. കൂടുതൽ ആൾക്കാർ മിസ് ചെയ്തെന്നാണ് തോന്നുന്നത്. പക്ഷേ ഞങ്ങളത് കൃത്യമായിട്ട് കാണുകയും അത് എല്ലാം വായിച്ചു നോക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതെല്ലാം വായിച്ചു കഴിഞ്ഞപ്പോഴാണ് നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലായത്. ഈ വരയാട് താഴെ ഉണ്ടായിരുന്നതാണ് കേട്ടോ. കൂടുതലും എണ്ണം മുകളിൽ തന്നെയാണുള്ളത്. നമുക്കതിനെ അടുത്ത് കാണാനൊക്കെ സാധിക്കും. ഇത് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഇത് എനിക്ക് തോന്നുന്നു ഈ കൂട്ടത്തിലെ ഏറ്റവും അനുസരണം കെട്ടൊരു വരയാടാണ്. അടുത്ത ഗാർഡുമാർ അതിനെ ഓടിക്കും, മുകളിൽ കയറ്റും, അത് വീണ്ടും താഴെ വരും. അതുകൊണ്ട് എന്താ, മുകളിൽ കയറാൻ പറ്റാത്ത ഇരുന്നവർക്കൊക്കെ കൃത്യമായിട്ട് കാണാൻ പറ്റും. പപ്പായ്ക്കൊന്നും കാലിന് അത്ര നടന്ന് കയറാനുള്ളൊരു ഹെൽത്ത്
അല്ലാഞ്ഞതുകൊണ്ട് ഇവരെല്ലാം താഴെ നിന്ന് ഇവരെല്ലാം കൃത്യമായിട്ട് വരയാടിനെ കണ്ടു. അങ്ങനെ എൻ്റെ കുഞ്ഞാടും അവിടുത്തെ വരയാടും കൂടെ തമ്മിലുള്ള കുറേ മൊമെൻറ്റ്സൊക്കെ ഞങ്ങൾ ക്യാപ്ചർ ചെയ്തു. നാദാൻകുട്ടനോട് അതിനെ തൊടാൻ പറഞ്ഞിട്ട് അവൻ തൊട്ടൊന്നുമില്ല. എനിക്കൊന്ന് പേടിച്ചിട്ടാണ്. പക്ഷേ ഇത് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ലാസ്റ്റ് നമ്മൾ അവിടുന്ന് നല്ല ടൈം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് തിരിച്ചു വന്നത്. തിരിച്ചു വന്നപ്പം നമ്മളെല്ലാവരും മിക്സപ്പ് ആയിട്ടാണ് പോകുന്നത്. ഞാൻ പപ്പയുടെ കൂടെ ആദ്യം കയറി ഇങ്ങ് പോന്നു. അവിടുന്ന് നേരെ നമ്മൾ പോയത് നമ്മുടെ മൂന്നാർ ടൗണിലുള്ള CSI ക്രൈസ്റ്റ് ചർച്ചിലേക്കാണ്. അവിടെയാണ് നമുക്ക് ലഞ്ചൊക്കെ കഴിക്കാനുള്ള സൗകര്യം ചെയ്തിരുന്നത്. എല്ലാവരും ആദ്യം ലഞ്ച് കഴിക്കാൻ പോയി. അറ്റ് ദ സെയിം ടൈം ഞാനും നദാൻകുട്ടനും വീണ്ടും ഗ്രൂപ്പ് തിരിഞ്ഞ് പള്ളിക്കകത്ത് കയറി. അതിനകത്തിരുന്ന് ഞങ്ങൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇതിൻ്റെ ഒരു ഹിസ്റ്ററിയെക്കുറിച്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് നദാന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷമാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയത്. അവിടെ നിന്ന് നമ്മൾ ട്രാവൽ ചെയ്ത് നേരെ പോയത് മൂന്നാർ ഗ്യാപ്പ് റോഡിലേക്കാണ്. അവിടെ ചെന്നപ്പോൾ നമ്മൾ KSRTCയുടെ ടൂറിസം ഡബിൾ ഡക്കർ ബസ്സൊക്കെ കണ്ടു. അത് ഒരു ദിവസം പോകണമെന്നൊക്കെ പറഞ്ഞു. പിന്നെ തേയിലത്തോട്ടങ്ങളിൽ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ആചാരമാണല്ലോ തേയിലത്തോട്ടങ്ങളുടെ നടുക്ക് നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, റീൽസ് എടുക്കുക. നമ്മൾ ഒത്തിരി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ട് പോയത്. പക്ഷേ 2 ദിവസമൊക്കെ നമ്മൾ ട്രാവൽ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും പതിയെ ഡൗൺ ആയി തുടങ്ങി. അതിനുശേഷം നമ്മൾ അവിടെ നിന്നൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫോട്ടോ പോയിന്റിലേക്ക് നമ്മളെത്തി. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഫ്രീ ആയിട്ട് നമ്മളെ തന്നെ ഒന്ന് ഫ്രീ ആയിട്ട് വിടാൻ പറ്റിയ ഒരു 2 ദിവസത്തെ നല്ലൊരു ട്രിപ്പായിരുന്നു. എല്ലാവർക്കും എല്ലാവരുടേതായ പേഴ്സണൽ കാര്യങ്ങളും വർക്ക് പ്രഷറും എല്ലാം ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് മാറി നിന്ന് 2 ദിവസം ഒന്നിച്ച് നിൽക്കാനും ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കാനും പുതിയ സ്ഥലങ്ങൾ കാണുവാനും നമ്മുടെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ ഞാൻ ഓർക്കുന്നുണ്ട്. നമ്മൾ യാത്ര ചെയ്ത സമയത്തൊക്കെ കൂടുതലും GK ക്വസ്റ്റ്യൻസൊക്കെ ബസ്സിനകത്തിരുന്ന് ചോദിച്ചപ്പം അറിയാവുന്ന ആൾക്കാർ പറയുന്നു, അറിയാൻ വയ്യാത്തവർ ഇതൊരു പുതിയൊരു അറിവായിട്ട് അവർക്ക് കിട്ടിയ. അപ്പം അതിൽ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയൊരു അറിവാണ് ഈ പൂച്ച ഒരിക്കലും സ്വീറ്റ് ടേസ്റ്റ് ചെയ്യില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സമയത്താണ് മനസ്സിലായത്. ഈ 2 ദിവസം എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള 2 ദിവസമായിരുന്നു. മൂന്നാർ കാണാൻ ഇനിയും പോകാം. മൂന്നാറിൽ നമ്മൾ കാണാൻ ഇനിയും സ്ഥലങ്ങളുണ്ട്. നമ്മൾ ഓരോ സീസണിൽ ചെല്ലുമ്പോൾ നമുക്ക് ഓരോ എക്സ്പീരിയൻസ് ആണ് ലഭിക്കുന്നത്. പക്ഷേ നമ്മുടെ ഫീലിംഗ് ഉള്ള നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗ്രൂപ്പുമായിട്ട് പോകുമ്പോൾ കിട്ടുന്ന എക്സ്പീരിയൻസും എക്സ്പ്ലോഷറും രണ്ടും 2 ടൈപ്പാണ്. അപ്പം ഈ 2 ദിവസം ഏറ്റവും മനോഹരമാക്കി തന്ന എല്ലാവരോടും നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. ഇതൊരു ബ്യൂട്ടിഫുൾ എവർലാസ്റ്റിംഗ് മെമ്മറി ആയിട്ട് നമ്മുടെയൊക്കെ ഒപ്പം ഉണ്ടാകട്ടെ. അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ.